മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. നമ്മൾ 8ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഹാച്ചി കി കഹാനി എന്നത്. മക്കളെ, ഹാച്ചി കി കഹാനി എന്നത് ഒരു കഥയായിട്ടാണ് ഗീത് ചതുർവേദിയാണ് എഴുതിയിരിക്കുന്നത്. ജപ്പാനിൽ ശരിക്കും സംഭവിച്ച ഒരു കഥയാണത്. ഓക്കെ, ഹാച്ചി കി കഹാനി എന്നത് ഇവിടെ ഹാച്ചി എന്ന് ഉദ്ദേശിച്ചത് ഒരു പട്ടിക്കുഞ്ഞിനെയാണ്. ഹാച്ചി എന്നത് ഒരു പട്ടിക്കുഞ്ഞിന്റെ പേരായിട്ടാണ് നമ്മുടെ കഥയിൽ വരുന്നത്. ഓക്കെ, ഹാച്ചി എന്നത് പട്ടിക്കുഞ്ഞിന്റെ പേരാണ്. ആ പട്ടിക്കുഞ്ഞിന്റെ കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പാഠത്തിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഹാച്ചി എന്ന വാക്കിന് ജപ്പാനിൽ അർത്ഥം 8 എന്നാണ്. ജപ്പാനിൽ ഇതിന്റെ അർത്ഥം 8 എന്നാണ്. ഇത് അവരുടെ ഭാഗ്യ നമ്പറുമാണ്. ജപ്പാനീസിലുള്ളവരുടെ ഭാഗ്യ നമ്പറാണ് എത്ര? 8. അപ്പോ ഹാച്ചി എന്ന് പറഞ്ഞാൽ 8 എന്നർത്ഥമുണ്ട്. ഈ 8 ആവട്ടെ അവരുടെ ഭാഗ്യ നമ്പറുമാണ്. ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഹാച്ചി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഈ പാഠം നമുക്ക് എവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ നോക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് ഓണപരീക്ഷയിൽ നമ്മൾ പഠിക്കാനുള്ളത് 1ാമത്തെ 2ാമത്തെ യൂണിറ്റ് ആണ്. 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഹാച്ചി കി കഹാനി, ഗീത് ചതുർവേദി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ പാഠത്തിലേക്ക് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഹാച്ചി കി കഹാനിയിൽ നമ്മൾ പറയാൻ പോകുന്നത് 5 ചിത്രങ്ങളുടെ സഹായത്താൽ തുടക്കം മുതൽ അവസാനം വരെ കഥ പറയുന്നു. അതിനുശേഷം ഏറ്റവും പ്രധാനമായി പരീക്ഷ ചോദിക്കുന്ന 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ 2ഉം എഴുതിയെടുത്ത് പഠിക്കുക. പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ സൈലത്തിൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളിലേക്കും മൺസൂൺ ഓഫറായിട്ട് നമുക്ക് 10% ഇളവോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള സുവർണ അവസരമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാവരും 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. ബാച്ചിലേക്ക് വന്നിട്ട് വിശാലമായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാച്ചി കി കഹാനിയിലേക്ക് പോകാം. ഹാച്ചി കി കഹാനി, ഗീത് ചതുർവേദി ഈ പാഠം നിങ്ങൾ കാണാം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ ഈ പട്ടിക്കുട്ടി ഇങ്ങനെ താലോലിക്കുന്നത് കാണാം. ഈ മനുഷ്യന്റെ പേരാണ് UNO പ്രൊഫസർ. ഓക്കെ, UNO പ്രൊഫസർ ആണത്. ഓക്കെ, ഇദ്ദേഹം ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന സമയത്ത് റോഡരികിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു. പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നത് എങ്ങനെയാണ്? 5 ചിത്രങ്ങളെ സഹായത്താൽ ഞാൻ പറഞ്ഞല്ലോ, ആരോ മറന്നുപോയതുപോലെ, ആരോ മറന്നുപോയതെന്ന് വേണം കരുതാൻ. കാരണം ഹാച്ചി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കൂടിൻ്റെ അകത്ത്, കൃത്യമായ ഒരു കൂടിൻ്റെ അകത്ത് പട്ടിക്കുട്ടിയെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബക്സേമേം ബന്ദ് ചോടാ ഹുക പില്ല ഹാച്ചി, ബോക്സിൽ അടയ്ക്കപ്പെട്ട ഹാച്ചി എന്നൊരു പട്ടിക്കുട്ടിയാണ്. ഹാച്ചി എന്നവിടെ എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഏറ്റവും മുന്തിയ ഇനത്തില് അല്ലേ, ഏറ്റവും മുന്തിയ ഇനത്തില് അഖിത വംശലിലാണ്. അപ്പോൾ ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള പട്ടിക്കുഞ്ഞാണിത്. അപ്പോൾ ആരോടോ ഇത് മറന്നു പോവോ, ട്രെയിനിൽ പോയ സമയത്ത് ഇവിടെ എങ്ങനെയാണ് എന്താണെന്നറിയില്ല, അവിടെ ആളില്ല, അതെങ്ങനെ പട്ടിക്കുട്ടി കിട്ടി. പ്രൊഫസർ എന്ത് ചെയ്തു? അതിനെ കൂട് തുറന്ന് ആ പട്ടിക്കുട്ടി എടുത്തിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം ഈ പട്ടിക്കുട്ടി എടുത്ത് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറി. ഹാച്ചിക്കോ പ്രൊഫസർ ഉഠാലേത്താകെ, അദ്ദേഹം ആ പട്ടിക്കുട്ടിയെ ഉയർത്തി. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആദ്യം വൈഫ് ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന സമയത്ത് കുറച്ചൊക്കെ അസ്വാരസ്യം പ്രകടിപ്പിച്ചു. എങ്കിൽ പോലും ഹാച്ചി പ്രൊഫസർക്കെ പരിവാർക്ക, ഈ ഹാച്ചി ആട്ടെ പ്രൊഫസറിന്റെ പരിവാർക്ക എന്ന ഫാമിലിയിലെ ഏക്ക് സദസ്യ ബൻ ജാത്തായി, ഒരു മെമ്പറായി മാറി. അവസാനം പ്രൊഫസറും വൈഫും ആ വീട്ടിലൊരു മെമ്പറെ പോലെ ഈ ഹാച്ചി പട്ടിക്കുട്ടിയുടെ വളർന്നു. ഓക്കെ, വളരെ മനോഹരമായിട്ട്, വളരെ അച്ചടക്കത്തോടി ആ പട്ടിക്കുട്ടി, ആർക്കും അത്ഭുതം തോന്നുന്ന രീതിയിൽ അവിടെ ആ പട്ടിക്കുട്ടി വളരെ എന്താ പറയുക, ഡീസൻ്റ് ആയിട്ട് എല്ലാവരും വരുന്നവരോടും ഒക്കെ മാന്യമായി പെരുമാറിക്കൊണ്ട് അവിടെ നിന്നു. ആർക്കും ആ പട്ടിയോട് കൊതി തോന്നും. അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കടന്നുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പ്രൊഫസർ എന്നും ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ പട്ടിക്കുട്ടി പിന്നാലെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം തിരിച്ചു പറഞ്ഞേക്കും. പക്ഷേ ക്രമേണ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെ പട്ടിക്കുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ വരാൻ തുടങ്ങി. ഓക്കെ, ഒരു ദിവസം അദ്ദേഹം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷേ പട്ടിക്കുട്ടി വീണ്ടും വന്നു. എന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക്, അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ പട്ടിക്കുട്ടി, ഈ ഹാച്ചി പട്ടിക്കുട്ടി നമ്മുടെ UNO പ്രൊഫസറെയും കൊണ്ടുവരും. അദ്ദേഹം ട്രെയിനിൽ പോകും. അപ്പോൾ പട്ടിക്കുട്ടി വൈകുന്നേരം വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയതിനു ശേഷം വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്നിട്ട് പ്രൊഫസറെ കാത്ത് ഏത് ട്രെയിനിലാണോ വരുന്നത് ആ ട്രെയിനിൽ നിന്ന് ഹാച്ചി പട്ടിക്കുട്ടി പ്രൊഫസറുടെ കൂടെ തുള്ളിച്ചാടി കളിച്ച് വീട്ടിലേക്ക് പോകും. ഇങ്ങനെ സ്ഥിരം പതിവായി. ഓക്കെ, ആളുകൾക്ക് ഇതിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായ എന്താ പറയുക, അത്ഭുതം തോന്നി. വല്ലാത്തൊരു സ്നേഹവും അവർ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് തരം അസൂയ തോന്നുന്ന രീതിയിലായി അവരുടെ ആ സ്നേഹപ്രകടനങ്ങളും വരവും പോക്കുമൊക്കെ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ഹാച്ചി പട്ടിക്കുട്ടി ഒരു ദിവസം പ്രൊഫസറെ ട്രെയിൻ കയറ്റി വിട്ടു.
പക്ഷേ പ്രൊഫസറെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന്റെ സമയമായപ്പോഴേക്കും പട്ടിക്കുട്ടി വീട്ടിൽ നിന്ന് വന്നു. പക്ഷേ വൈകുന്നേരത്തെ ട്രെയിനിന്റെ സമയമായപ്പോൾ പ്രൊഫസർ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നില്ല. കാരണം അന്നേത്തെ ദിവസം ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ചിട്ട് അറ്റാക്കായിട്ട് പ്രൊഫസർ മരണപ്പെട്ടു. ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട് അദ്ദേഹത്തെ വേറെ വഴിയിലൂടെയാണല്ലോ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ വീട്ടിൽ വന്നു ഡെഡ് ബോഡി കൊണ്ടുവന്നു, അതിൻ്റെ അടക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ ആളുകൾ പിറ്റേ ദിവസവും ഈ പട്ടിക്കുട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ ഇതൊന്നും പട്ടിക്കുട്ടിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. എന്തു ചെയ്യും? അവർക്ക് എങ്ങനെ ഈ പട്ടിക്കുട്ടിയെ ബോധ്യപ്പെടുത്താൻ പറ്റും? പക്ഷേ അത് ഭയങ്കരമായിട്ട് അവിടുന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ കുതിറിയിട്ട് അത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നു. തൻ്റെ പ്രൊഫസർ വൈകുന്നേരം വരിക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാടുന്നു. ദിവസങ്ങളോളം വർഷങ്ങൾ കടന്നുപോയി. അവിടെ വെയിലും മഴയും മഞ്ഞും ഒക്കെ ആകുമ്പോഴും നമ്മുടെ ഹാച്ചി പട്ടിക്കുട്ടി തൻ്റെ പ്രൊഫസറേയും കാത്ത് അവിടെ തന്നെ നിൽക്കും. റെയിൽവേ സ്റ്റേഷനിൽ മറ്റുള്ളവർ ഒരാളെയും ആക്രമിക്കില്ല, ഒരാളോടും അക്രമങ്ങളൊന്നും കാണിക്കില്ല. അതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ സ്നേഹമായി ഈ പ്രൊഫസറെ മരണപ്പെട്ടു എന്നും പ്രൊഫസറെ കാണാത്തതുകൊണ്ട് എന്നും ഇരിക്കുകയാണെന്നും. പക്ഷേ അവർക്കൊന്നും തന്നെ ഈ കാര്യം പ്രൊഫസർ മരണപ്പെട്ടതാണ് എന്ന് ഈ പട്ടിയുടെ ഭാഷയിൽ ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? സമയാസമയം ഭക്ഷണമൊക്കെ ആകുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഈ പട്ടിക്കുട്ടിയും കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട, റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവനായി അവനങ്ങനെ വളർന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ മഴക്കാലം വന്നു, മഞ്ഞുകാലം വന്നു. പക്ഷെ പട്ടിക്കുട്ടി അവിടെ നിന്ന് എങ്ങോട്ടും പോയില്ല. എപ്പോഴും ആ സാറ് റെയിൽവേ സ്റ്റേഷനിൽ ഓരോ ആളും ഇറങ്ങി വരുന്ന സമയത്ത് തൻ്റെ യജമാനൻ അതിലുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്രൊഫസർ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം വൈഫ് എന്ത് ചെയ്തു? ആ വീട് വിറ്റിട്ട് അവരുടെ നാട്ടിലേക്ക് പോയി. അവരുടെ പ്രൊഫസറിന്റെ ബർത്ത്ഡേ വരുമ്പോൾ, പ്രൊഫസറിന്റെ മരണ ദിവസം ഡെത്ത് ഡേ വരുന്ന സമയത്ത്, ഇവരുടെ തമ്മിലുള്ള വിവാഹം നടന്ന സമയങ്ങളിലൊക്കെ തൻ്റെ ഭർത്താവിനോ കാണാൻ, ഭർത്താവിന്റെ ശവകുടീരിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് വൈഫ് വരും. ആ വരുന്ന സമയത്ത് പൂക്കൾ അർപ്പിച്ച് കുറേ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ ഹാച്ചി പട്ടിക്കുട്ടിയെ കാണും. അതിനെ കണ്ടിട്ട് അതിനെ കൂടെ ചേർന്നിരിക്കും. അപ്പൊ ഹാച്ചി പട്ടിക്കുട്ടി അവിടെ വന്നിട്ട് ആ മേഡത്തോട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കും. പക്ഷേ എന്ത് ചെയ്യും? അവരെത്ര പറഞ്ഞാലും ഈ ഹാച്ചി പട്ടിക്കുട്ടി പോവില്ല. അവർ തൻ്റെ പ്രൊഫസറെ, ആ ഹാച്ചി പട്ടിക്കുട്ടി ആ പ്രൊഫസറെ കാത്ത് തന്നെ അവിടെ നിൽക്കും. പാവം അവരവിടെ ആ പട്ടിക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കുറേ സങ്കടപ്പെടും, കരയും. പക്ഷെ എന്ത് ചെയ്യും? ഈ പട്ടിക്കുട്ടിയെ എങ്ങനെ ബോധ്യപ്പെടുത്തും? പക്ഷേ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കുറേ കാലങ്ങൾ കഴിഞ്ഞ ശേഷം 9 വർഷവും 9 മാസവും കഴിഞ്ഞു. ഹാച്ചി പട്ടിക്കുട്ടി അവിടെ കിടന്നിട്ട് തൻ്റെ പ്രൊഫസർ വരുന്നതും കാത്ത് എന്ത് ചെയ്തു? ഹാച്ചി കൈ ദിനോംസെ സ്റ്റേഷൻ കെ ബാഹർ, ഒരുപാട് നാളുകളെ സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസർക്ക് ഇന്തസാർമേ, ആ പ്രൊഫസറെ ഇന്തസാർമേ കാത്തുകൊണ്ട് ലേറ്റാഹുക, ലേറ്റന എന്ന് പറഞ്ഞാൽ കിടക്കുക, ഇങ്ങനെ കിടന്നുകൊണ്ടേയിരുന്നു. 9 വർഷവും 9 മാസവും ശേഷം ഒരു ദിവസം പട്ടിക്കുട്ടി, ഹാച്ചി പട്ടിക്കുട്ടി അതിന്റെ ജീവൻ വെടിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് മരണപ്പെടുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് തുറന്നുകൊണ്ടാണ് അത് മരണപ്പെട്ടു പോയത്. ഓക്കെ, അവസാന സമയത്തും കണ്ണ് തുറന്നു വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ നോക്കി തൻ്റെ യജമാനൻ വരുന്നുണ്ടോ എന്നുള്ള കണ്ണ് തുറന്നുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ ആളുകളൊക്കെ, അവിടെ സ്ഥിരമായി വരുന്ന ആൾ, കച്ചവടക്കാർക്ക്, മറ്റാളുകൾക്ക് ഭയങ്കര സങ്കടമായി. അവരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്തു? ആ ഹാച്ചി പട്ടിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് അതിന്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചു. ഹാച്ചിക്ക് സ്മൃതിമേ, ഹാച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേഷൻ കെ ബാഹർ, സ്റ്റേഷന്റെ പുറത്ത് ഉസ്കി പ്രതിമ, അതിന്റെ ആ ഹാച്ചി പട്ടിക്കുട്ടിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു ആളുകളെല്ലാവരും ചേർന്നിട്ട്. ഓക്കെ, അതിനുള്ള ആദരസൂചകമായിട്ട്. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ഓക്കെ, വളരെ നമുക്ക് കരളലിയിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പാഠങ്ങളുടെ ഇടയിലൂടെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നോക്കൂ മക്കളെ, ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ചോദ്യം ഇങ്ങനെയാണ്. പ്രൊഫസർ യുവനോ ഹാച്ചി കെ സാത്ത്, ഹാച്ചിയുടെ കൂടെ ഗറായ, ആദ്യ ദിവസം തന്നെ റോഡ് സൈഡിൽ നിന്ന് ബോക്സിന്റെ അകത്ത് നിന്ന് ഈ പെട്ടിയിൽ കിടക്കുന്ന പട്ടിക്കുട്ടിയെ കിട്ടിയപ്പോൾ അതിനെ കൊണ്ട് വീട്ടിലേക്ക് ഫസ്റ്റ് ദിവസം വരിക. ഉസ് ദിൻ കെ, ആ ദിവസത്തെ പ്രൊഫസർ ഓർ പത്നി കെ ബീച്ച് കാ, പ്രൊഫസറിന്റെയും വൈഫിന്റെ ഇടയിലുള്ള വാർത്താലാപ്, സംഭാഷണം തയ്യാറാക്കാൻ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ നോക്ക്, പ്രൊഫസർ പറയാണ് അരി, ഇടി, എടോ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എടോ സുഹൃത്തേ, ഡാ അടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനു വേണ്ടി നമ്മൾ അരേ എന്ന് ആൺകുട്ടികളോട് പറയും, അല്ലെ പുരുഷന്മാരോട് പറയും, സ്ത്രീകളോട് അരി എന്ന് പറയും. ഓക്കെ, അത് ബഹുമാനത്തോടു കൂടിയാണ് വിളിക്കുന്നത്. പ്രൊഫസർ അരി ദേഖോ, ഇടി നോക്കടി എന്നിട്ട് പറഞ്ഞു. പത്നി ക്യാ ജി, എന്താ ജി എന്ന് ചോദിച്ചു. അപ്പൊ പ്രൊഫസർ ദേഖോ, നോക്കൂ, ഏക് കുത്തേക്ക, ഒരു പട്ടിയുടെ പില്ലാമില, കുഞ്ഞിനെ നമുക്ക്, ഒരു പട്ടിക്കുട്ടിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു.
അപ്പൊ പത്നി ക്യാ ഹേ ഇസ്കോ ചോടോ, എന്താണ് ഇതിനെ നിങ്ങൾ വിട്ടേക്ക്, ഇവിടെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഫസർ യഹ് ഇതെന്ന് പറഞ്ഞാൽ അക്കീദ നസ്ലിക്കായ്, നീ എന്താ ഈ പറയുന്നത്, ഏറ്റവും ജപ്പാനിലെ വില കൂടിയ ഇനത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അക്കീദ നസ്ലിക്കായ്, അക്കീദ വംശത്തിൽപ്പെട്ടതാണ് എന്ന്. ഓക്കെ, അപ്പൊ പത്നി ഇസ്കെ ഗലേമേ, ഇതിന്റെ ഗലേമേ കഴുത്തിൽ ക്യാ ലിഖേ രക്കായ്, എന്താണ് എഴുതി തൂക്കിയിട്ടിരിക്കുന്നത് വെച്ചു. അപ്പൊ പ്രൊഫസർ പറഞ്ഞു ഹാച്ചി, ഹാച്ചി എന്നാണ് എഴുതിയത്. മനെ ഭാഗ്യശാലി, അതായത് ഭാഗ്യശാലി അല്ലേ എന്ന്. ഓക്കെ, ഹാച്ചി എന്ന് പറഞ്ഞാൽ 8 എന്നാണ്, അതായത് ഭാഗ്യശാലി എന്നാണ് അർത്ഥം എന്ന്. അപ്പോ ഭാഗ്യശാലി എന്ന അർത്ഥം വരുന്നില്ല, പക്ഷെ ഹാച്ചി എന്ന വാക്കിന്റെ അർത്ഥം 8 എന്നാണ്. പക്ഷെ ജപ്പാനിലെ ആളുകളുടെ ഭാഗ്യ നമ്പറാണ് എന്ത്, 8. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്, ഭാഗ്യശാലി അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പത്നി തും ഇസെ ചോടുക്കെ ആവോന, തും നിങ്ങൾ ഇസെ ഇതിനെ ചോടുക്കെ ഉപേക്ഷിച്ച് ആവോന, ഇത് നിങ്ങൾ ഒന്ന് വിട്ട് വീഴുമോ, ആരുടെയോ പട്ടിയാണ്, നിങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോ പ്രൊഫസർ യേ ബേച്ചാരാഹേ, ഇത് പാവമാണ്. ബേച്ചാരാഹേ, ഞാൻ എടുത്തപ്പോൾ തന്നെ എന്നോട് ആ ഒരു അക്രമം കാണിക്കുന്നത്, വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. യേ ബേച്ചാരാഹേ, ഇത് പാവമാണ്. ഹം ഇനെ പാലേ, നമുക്കിതിനെ പോറ്റാം. പാലയും എന്ന് പറഞ്ഞാൽ വളർത്താം, നമുക്ക് ഇതിനെ പോറ്റി വളർത്താം. അപ്പൊ പത്നി ആപ്ക മർജി, ആപ്ക താങ്കളുടെ മർജി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. ഇതാണ് അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണം. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, കഥയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി കഥ കുറെ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്റെ ഭർത്താവിന്റെ ശവകുടീരത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വൈഫ് വന്നു. ആ സമയത്ത് അവരൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ഹാച്ചി പട്ടിക്കുട്ടിയെ കണ്ടിട്ട് അന്ന് അവർക്ക് വളരെ വീട്ടിൽ പോയിട്ട് സങ്കടം വരികയും അന്ന് അവർ ഡയറി എഴുതുകയും ചെയ്തു. ആ ചോദ്യം വന്നാൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. എങ്ങനെ എഴുതാം നോക്കൂ മക്കളെ. ഏകദിനം ഒരു ദിവസം പ്രൊഫസർ കി പത്നിനെ, പ്രൊഫസറിന്റെ വൈഫ് സടക്ക് പർ റോഡിന്റെ മുകളിൽ ഹാച്ചിയുമായിട്ട് മില കണ്ടു, ഹാച്ചിയെ കണ്ടു. ഉസ്കെ മൻ, അവരുടെ മനസ്സ് ദുഃഖ് സെ ഭര, ദുഃഖം കൊണ്ട് നിറഞ്ഞു. ഉസ് ദിൻ കി, ആ ദിവസത്തിന്റെ, ഉസ്കി അവരുടെ ഡയറിയിലേക്ക്, ഡയറി ഇതാണ്. 4 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ താരിഖ് എന്ന് എഴുതണം. ശരിക്കും ഡേറ്റ് ഇടുകയാണ് വേണ്ടത്. ഈ കഥകളൊക്കെ നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ താരിഖ്, ഇവിടെ താരിഖ് എന്ന വാക്കിന്റെ അർത്ഥം ഡേറ്റ് എന്നാണ്. 2 കൊത്തിട്ട. ഓക്കെ, എന്നിട്ട് ഇങ്ങനെയാണ് നോക്കൂ. ആജ് കാ, ഇന്നത്തെ ദിവസം മേം ഞാൻ ഭൂൽ മറക്കാൻ നെഹി ഇല്ല ശക്തി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേം ഭൂൽ നെഹി ശക്തി, ഞാൻ മറക്കുകയില്ല. മേരാ മൻ, എന്റെ മനസ്സ് ബൗത്ത് വളരെ ദുഃഖം കൊണ്ട് ഭർ ഗയ, എന്റെ മനസ്സ് ഇന്ന് ദുഃഖം കൊണ്ട് നിറഞ്ഞു. ബേച്ചാര ഹാച്ചി, പാവം ഹാച്ചി, മുച്ചേ ദേക്കർ, എന്നെ കണ്ടിട്ട് പാസായ വാലാട്ടി എന്റെ അടുത്തേക്ക് വന്നു. അബുബി, അവൻ ഇപ്പോഴും പ്രൊഫസറിന്റെ ഇന്തസാർ മെഹേ, ഇന്തസാർ എന്ന പ്രൊഫസറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇനി വരിക തന്നെ ചെയ്യുന്നു. മേ ഉസ്കെ സാത്ത്, ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട്, മേ ഉസ്കെ സാത്ത് രേക്കർ, ഞാൻ അതിനെ ചേർത്ത് പിടിച്ചിട്ട്, ബോത്ത് രോയി, ഒരുപാട് രോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ബേച്ചാരേക്കോ, ഈ പാവത്തിനെ, കൈസ, എങ്ങനെ സമച്ചാവും, ഞാൻ എങ്ങനെ അതിനെ ബോധ്യപ്പെടുത്തും. എന്നാൽ പ്രൊഫസർ മർഗയായ, പ്രൊഫസർ മരണപ്പെട്ടു പോയി എന്നുള്ളത് എങ്ങനെ, മനുഷ്യന്റെ ഭാഷയല്ലല്ലോ ഈ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. സാത്തിൽ ആനേക്കിലെ, കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ബഹുത്ത് പ്രയാസിക്കുക, ഒരുപാട് പ്രയത്നിച്ചു. ഫായദ, ഫലം നഹീഹുക, ഫലം ഉണ്ടായില്ല. റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറെ കാണാതെ തിരിച്ചു വരില്ല. അത്രയും നന്ദിയാണ് അത് കാണിക്കുന്നത്. പ്രൊഫസർ ഒരു നേരത്തെ ആഹാരം തന്നതിന്, അല്ലെ പല ദിവസം തന്റെ കൂടെ നിന്നതിന് ആ പട്ടിക്കുഞ്ഞു കാണിക്കുന്ന സ്നേഹം നോക്കൂ. പ്രൊഫസർ ഔർ ഹാച്ചിക്ക, പ്രൊഫസറിന്റെയും ഹാച്ചി പട്ടിക്കുട്ടിയുടെയും ദോസ്തി, സൗഹൃദം, ഉത്തനി അത്രയും ഗഹരീരി, ആഴത്തിലുള്ള അത്രയും ഡീപ്പായ ബന്ധമായിരുന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ വരുന്നതായിരുന്നില്ല എന്നാണ്. ഇതാണ് 4 മാർക്കിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഇതിൽ ലെറ്ററുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.